ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുമ്പോൾ ഏറ്റവും സങ്കടകരമായ വാർത്ത തന്നെയാണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യം എത്തുന്നത്. പത്തനംതിട്ട റാന്നിയിൽ പെരുന്നാട്ടിൽ CITU പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യം എത്തുന്നത്. 3 പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJP RSS പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് CPIMന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ നേരത്തെ അവിടെ ഇപ്പോൾ DYFI പ്രവർത്തകർ പ്രതികരിക്കുന്നുണ്ട് സുജുവിനോടൊപ്പം. നമുക്ക് അതിലേക്ക് ആദ്യം പോയതിനു ശേഷം വിശദമായ വാർത്തയിലേക്ക് എത്താം. കേട്ടിട്ടുണ്ട്. വടിവാൾ വീശിയത് ഇവർ കൊണ്ടുവന്നവരുടെ കൂടെ ഉള്ളവരുടെ അവരുടെ കൂട്ടുകാരുടെയും ദേഹത്ത് പരിക്കേറ്റിട്ടുണ്ട്. അത് ഈ വടിവാൾ കൊണ്ടാണ്. ഈ കുത്തിയവരുടെ കൂടെ വന്നവരുടെ അനന്ത് എന്ന് പറയുന്നൊരു പയ്യൻ. അതെന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇതുപോലെ തെറി വിളിക്കുന്നു, അങ്ങോട്ട് കയറിപ്പിനും തെറി വിളിച്ചു, ഇറങ്ങിപ്പിനും തെറി വിളിച്ചു, അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ ചെല്ലുന്നത്. ഞാൻ കാണുന്ന കാഴ്ച അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അടി നിർത്തി, പറഞ്ഞപ്പം മാറിയുന്നു, എല്ലാവരും മാറിയുന്നു. അത് കഴിഞ്ഞ് ജിതിരണൻ വരുന്ന സമയത്താണ് ഇവർ ചാടി ഇറങ്ങി വരുന്നത്. അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒന്നുമില്ല, പുള്ളിയെ കണ്ടപ്പോഴേ ചാടി വരും. മുൻമേരാക്കി എന്തെങ്കിലും ആയിരിക്കണം. പുള്ളിയെ മുമ്പ് സംഘർഷമുണ്ടായ നേരത്തെ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇല്ല എങ്ങനെ അതെ ഇതുപോലെ തൊഴിലെടുത്ത സംഘർഷം ഇതുപോലെ ഈ 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഷർട്ടൊക്കെ വലിച്ചു കീറുപോലുള്ളൊരു ചെറിയൊരു വിഷയത്തിൽ അത് തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ ആദ്യമായിട്ടാണ് ഈ ജിഷ്ണു ആണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയ ജിഷ്ണുവാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ മൃതദേഹം കൊണ്ടുപോകും. ഇപ്പം ഈ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽപ്പുണ്ട്. ഏതൊരു വേദനാജനമായ സാഹചര്യമാണ്. ഇന്നലെ രാത്രിയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജിതിൻ്റെ അച്ഛനാണ് അടുത്ത് നിൽക്കുന്നത്. ഈ സംഭവം ഇന്നലെ രാത്രി എപ്പോഴാണ് അറിയുന്നത്? 11 മണി. സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ കൂടിയായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറയുമ്പം അവൻ ഞങ്ങളെ രക്ഷാകർത്തുക്കളെക്കാട്ടിലും കാര്യം സുഹൃത്തുക്കളുമായിട്ട്. അതുപോലെ സമൂഹത്തിൽ എല്ലാവരോടും ഇടപെടുന്നൊരു വ്യക്തിയായിരുന്നു. ആയിരുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? മറ്റാൾ വീട്ടിൽ ഞാനും ഭാര്യ, മോള്, 2 മക്കളാണ്. പിന്നെ മൂത്തത്. കൃത്യമായി ഇത് സംഭവം ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു കൃത്യമായ ധാരണ പക്ഷേ ഉണ്ടാകില്ലായിരിക്കാം. എന്നാലും പോലും ഇന്നലെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്കാണ് പകൽ 1 മണിക്ക് പോകുന്ന കൂട്ടുകാരോടെ പോയതാണ്. അച്ഛൻ്റെ ഈ സമയത്ത് കൂടുതൽ ചോദിക്കുന്നില്ല. അത് എന്തായാലും വളരെ വേദനാജനകമായൊരു ഞങ്ങൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടുകാരൊക്കെ നോക്കി ഞങ്ങളെ സംരക്ഷിക്കുന്നവനായിരുന്നു. കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു. ഇപ്പം ഇവിടെ ഉള്ള അമ്മ സ്ഥലത്തില്ല. അതാണ് അച്ഛൻ പറയുന്നത്. കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന അച്ഛൻ്റെ വാക്കുകൾ തന്നെയാണ്. ഇന്നലെ രാത്രി 11 മണിക്കാണ് അച്ഛൻ ഈ വിവരം അറിയുന്നത്. 10:30 സമയത്താണ് ഈ ഒരു മരണം ഉണ്ടാകുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് അതിന് അച്ഛൻ അറിയുന്നത് പിന്നീട് അവർ പെരുന്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നില്ല. രാത്രി മുതൽ തന്നെ CPMൻ്റെ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MP സഞ്ജു ഈ സ്ഥലത്തുണ്ട്. ഇന്നലെ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്ന് അറിഞ്ഞ കാര്യം. ഇന്നലെ വൈകുന്നേരം ആണ് നമ്മൾ അറിയുന്നത്. പെരുന്നാട് കൊച്ചുപാലത്തിന് സമീപത്ത് വെച്ച് DYFI പ്രവർത്തകരെ ആക്രമിച്ച സംഘം തന്നെയാണിവർ. ഇവരെ ആക്രമിച്ചു എന്നറിഞ്ഞതുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയതാണ് ജിതിൻ. ആദ്യം ഇവരുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയവരുമായിട്ട് ആശുപത്രിയിലേക്ക് ഇങ്ങ് പോന്നു. ആ സമയത്ത് അവിടെ എത്തിയ ജിതിൻ ഷാജിയാണ് ഇവർ കുത്തി വീഴ്ത്തിയത്. അതിനുശേഷമാണ് അവിടെ പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് പരിക്ക് ഗുരുതരമായതിനാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് മരിച്ചാണ് എത്തിച്ചേർന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും പോസ്റ്റ്മോർട്ടം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും.
ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി ബി സന്ധ്യകുമാറിൻ്റെ രക്തസാക്ഷിത്വം നമുക്കറിയാം. RSS അത് സംഘപരിവാറിൻ്റെ പ്രവർത്തകരാണെന്നുള്ള ഇതിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും പാർട്ടി ഇന്നലെ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു RSS BJP പ്രവർത്തകരാണെന്ന്. ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്നുള്ള അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാത്തൊരു സാഹചര്യമാണോ? പത്തനംതിട്ട ജില്ലയിൽ RSS എക്കാലവും ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട്. അതിൽ RSSൻ്റെ നേതൃത്വത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളത് അവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യമാണ്. അതിന് അവർക്ക് അവസരം ലഭ്യമാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവസാനിപ്പിച്ചത് ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഈ പ്രദേശത്ത് പോകാൻ കഴിയില്ല. CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MP സഞ്ജു ആണ് സംസാരിച്ചത്. അദ്ദേഹം കൃത്യമായി ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതാണ്, കാരണം ഈ നാട് സമാധാനത്തോടെ പോകേണ്ടതാണെന്ന കാര്യമാണ് MP സഞ്ജു പറയുന്നത്. ഇന്നലെ രാത്രി ഈ ആശുപത്രിയിൽ ഈ ജിതിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ മരിച്ചിരുന്നു. മുത്തൂറ്റിൽ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണ് ജിതിനെ ആദ്യം എത്തിച്ചത്. ആ സാഹചര്യത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് വിവരിച്ചത്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹിമും സംഭവസ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഈ കൊലപാതകത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണ് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം എന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. ഇന്നലെ DYFI പ്രവർത്തകരുമായി ഇന്നലെ വൈകിട്ട് രാത്രി 8:30 കൂടിയാണ് സംഘർഷം. അതിനെക്കുറിച്ച് പോലീസ് വിശദീകരിച്ചിട്ടുണ്ടോ? ആ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ച് പോലീസ് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് ജിഷ്ണു പോലീസ് ഇക്കാര്യത്തിൽ പ്രതികൾ 3 പ്രതികളെയാണ് അല്ലെങ്കിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിനെ സംബന്ധിച്ചോളം ഈ പ്രാഥമികമായി അവരെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ അവർ പ്രതികളെന്ന് പോലീസിന് പറയാൻ സാധ്യമല്ല. എന്നാൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പ് DYFI പ്രവർത്തകൻ ജിഷ്ണു നമ്മളോട് പറഞ്ഞ പേരുകളുണ്ട്. അതിൽ ആ ആളുകൾ തന്നെയാണ് ആരോമൽ, ശരൺ, അഖിൽ എന്നിവരാണ് ഈ കസ്റ്റഡിയിലായിട്ടുള്ള എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രതി എന്ന് അവർക്ക് പോലീസിന് പറയാൻ സാധ്യമല്ല. അത് അങ്ങനെ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചോളം നിയമപരമായി സാധിക്കുകയുള്ളൂ. അവർ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ആണ് അറസ്റ്റ് രേഖപ്പെടുത്തുക, തെളിവുകൾ ശേഖരിക്കണം. അതിനെല്ലാം ശേഷം മാത്രമേ അറസ്റ്റ് നടപടിയിലേക്ക് പ്രതിപട്ടികയിലേക്ക് അവർക്ക് ചേർക്കാൻ സാധ്യമാകത്തുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു സംഘപരിവാർ പ്രവർത്തകനുണ്ട്. ആ സംഘപരിവാർ പ്രവർത്തകനാണ് ഇത് വടിവാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ രാവിലെ നമ്മുടെ ജിഷ്ണു ഈ കാര്യങ്ങൾ പങ്കുവെച്ചത്, വിവരങ്ങൾ പങ്കുവെച്ചത്. അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഈ വിഷ്ണുവിനെ പിടികൂടാനുണ്ട്. രാത്രി ഉണ്ടായ ഒരു സംഘർഷത്തിൽ ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തേക്ക് എത്തിയ നമുക്ക് ആ കാര്യത്തിൽ ഒന്നുകൂടി വേണമെങ്കിൽ ക്ലാരിറ്റി വരുത്താവുന്നതാണ്. വിഷ്ണു ഇന്നലെ രാത്രി ഉണ്ടാകുന്ന ഒരു സംഘർഷ സ്ഥലത്തിലേക്കാണ് ഈ ജിതിൻ വരുന്നത് അല്ലേ? അതെ, ആ സമയത്താണ് അവിടെ വരുന്നത്. അന്നേരമാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ കാറിൽ നിന്ന് വടിവാളെടുത്ത് അവിടെ പിടിച്ചു നിർത്തി കുത്തുമായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് അന്നേരം കുത്തിയ സമയത്ത് ഓടി വന്ന് തടയാൻ വേണ്ടി കഴിഞ്ഞില്ല. കുത്തി കഴിഞ്ഞ് നമ്മൾ ഓടി വന്ന് തടഞ്ഞപ്പോഴാണ് ഈ വടിവാൾ വീശിയ സമയത്താണ് കൂടെ നിന്നവർക്കെല്ലാം കയ്യിലും ദേഹത്തും എല്ലാം പരിക്കുണ്ടായി. വിഷ്ണു വടിവാൾ കാറിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞു കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ സംഘർഷം ഉണ്ടെന്ന് അറിഞ്ഞു അല്ലെങ്കിൽ മുൻകൂട്ടി സംഘർഷം ഉണ്ടാക്കാനായിരിക്കും വടിവാളൊക്കെ. അവിടെ നിന്ന് നിഖിലേഷ് എന്ന് പറയുന്ന ആൾ ബോധപൂർവ്വം വിളിച്ചു വരുത്തുമായിരുന്നു. അപ്പം ഈ പറയുന്ന വിഷ്ണുവിൻ്റെ പിന്നീട് മനസ്സിലായത് വിഷ്ണുവിൻ്റെ അമ്മ പറയുന്നത് ആഹാരം കഴിച്ചെടുത്തു എന്നാണ് വിഷ്ണു ഇറങ്ങിപ്പോയത് എന്നാണ്. അപ്പം നിഖിലേഷ് എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ടുമുണ്ട്. കോൾ റെക്കോർഡിൽ അതെല്ലാം ആണ്, കോളിനകത്ത് ഡീറ്റെയിലിനകത്ത് അതെല്ലാം ഉണ്ട്. നിഖിലേഷ് വിളിച്ചിട്ടാണ് വിഷ്ണു പോയത്. നിഖിലേഷ് വിളിച്ചിട്ടാണ് വിഷ്ണു പോകുന്നത് അല്ലേ? അപ്പോൾ അതിലതൊരു ഇതുണ്ട്, അതായത് ആക്രമിക്കുന്ന ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കാം ഈ വടിവാളൊക്കെ ആയിട്ട് തന്നെ ചോറ് കഴിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ഇയാൾ സ്ഥിരം ഒരു ക്രിമിനലാണ്. കാരണം ഈ വടിവാളൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വടിവാളൊക്കെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അങ്ങനെ ആ രീതിയിൽ ചെയ്യും. കാരണം പൊതുപ്രവർത്തകരുടെ കയ്യിൽ വടിവാളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. ഞാൻ DYFIയുടെയും CI2ൻ്റെയും എല്ലാം പ്രവർത്തനമായിട്ടും നേതൃത്വ നിരയിലും എല്ലാം പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ നമ്മളൊന്നും ഈ തരത്തിലോട്ടുള്ള ഒരു അക്രമ രീതിയിലോട്ട് പോകുന്ന ഒരാളല്ല. അപ്പം വടിവാളമൊക്കെ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ അത് അത്രത്തോളം ട്രെയിൻഡ് ആയിരിക്കാം. അവർ RSSൻ്റെ സജീവ പ്രവർത്തകരുമാണ്. ഇതിനു മുമ്പും ഇതുപോലെ ജിതിനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വിഷ്ണു അല്ലേ? വിഷ്ണു ഇത് ആരൊക്കെയായിരുന്നു? വിഷ്ണു ഉണ്ട്, നിഖിലേഷ്, ബാക്കി അവിടെ
അവിടുത്തെ കുറച്ച് പിള്ളേരുണ്ട്, ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് പിള്ളേർ. ഇവരും ഈ പെരുന്നാടുകാർ തന്നെയാണോ? എല്ലാവരും പെരുന്നാട് വരാം. ഈ സംഭവം നടക്കുന്ന എവിടെ വെച്ചായിരുന്നു? സംഭവം നടക്കുന്നത് പെരുന്നാട് കൊച്ചുപാലം ജംഗ്ഷൻ്റെ സമീപമാണ്. ഏകദേശം എത്ര മണിക്കൂടിയായിരുന്നു ഈ സംഘർഷം തുടങ്ങുന്നത്? 8:30 ഒരു 8:45 തുടങ്ങിയത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പലരെയും. പക്ഷേ ആ സമയത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അവർ മാറി നിന്നെങ്കിലും ഈ വിഷ്ണു വന്നു കഴിഞ്ഞ് ജിതിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമായി മാറിയത്. നമ്മൾ ആ സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയപ്പോഴും ഞങ്ങളെ പിടിച്ച് മാറ്റി തെള്ളിയാണ്. അതെ, അങ്ങനെയാണ് ആ സംഭവം അവിടെ തുടങ്ങുന്നത്. വടിവാളൊന്നും കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ, അതിന് അത്രത്തോളം ഭയാനകമായുള്ളൊരു പ്രശ്നമൊന്നുമല്ലായിരുന്നു. ചെറിയ ഒരു പ്രശ്നത്തിൽ തുടങ്ങി അതൊരു വലിയ വിഷയത്തിലോട്ട് മാറ്റിയാണ് അത് പോയത്. നന്ദുവാണോ ആദ്യം ഈ തർക്കം? അനന്തുവിനോട് ഇവര് ഈ പറഞ്ഞ അഖിലേഷും നിഖിലേഷും ഈ പറഞ്ഞ ആരോപണമൊക്കെ തർക്കം ഉണ്ടാവുന്നു അല്ലേ? ആ സ്ഥലത്തേക്ക് വിഷ്ണു എത്തുന്നു, വടിവാള് എത്തുന്നു, അവിടെ എത്തിയ ജിതിനെ ആക്രമിക്കുന്നു അല്ലേ? മറ്റു പലർക്കും ഇതിൽ പരിക്കുണ്ടാവുന്നു അല്ലേ? എൻ്റെ കൈക്ക് ഒരു വടിവാള് കൊണ്ട് പരിക്കുണ്ടായിട്ടുണ്ട്. വടിവാള് കൊണ്ട് പരിക്കേറ്റില്ലേ? നമ്മളെല്ലാം ഈ കുത്തിക്കഴിഞ്ഞ് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം പരിക്കുണ്ടാകുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ വിഷ്ണുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും പരിക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഒരു വലിയൊരു ആക്രമണത്തിലോട്ട് തന്നെയാണ് പുള്ളി പോയത്. വടിവാളെടുത്ത് വീശിയതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കൂടെ നിന്നവർക്കും പരിക്കുണ്ടായിട്ടുണ്ട്. ജിതിൻ ഡിവൈഎഫ്ഐയുടെയും CI2 പ്രവർത്തകനായിരുന്നല്ലേ? അതെ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു. CI2 ഹെഡ് ലോഡിനകത്ത് മെമ്പർഷിപ്പുള്ള പ്രവർത്തകനും കൂടെ ആയിരുന്നു. പെരുന്നാട് ജിഷ്ണുവാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഈ ആധികാരികമായ കുറേ വിവരം കൂടെ അദ്ദേഹത്തിന് ലഭ്യമാകുന്നത് എന്നതുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ ദുഃഖിതമായൊരു സാഹചര്യമാണ്. നമുക്ക് കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. വിഷ്ണുവും ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ആശുപത്രിയിലും ആദ്യം സ്വപ്പത്തണ്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടം മുതൽ ഇവിടെ എത്തുകയും പിന്നീട് ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന മൃതദേഹം. അവിടെ പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ പെരുന്നാട്ടിലേക്ക് പിന്നീട് പറയുന്നതനുസരിച്ച് അവിടെ അനന്തു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഇവർ ആക്രമിക്കുന്നു. അത് ജിതിനടക്കമുള്ളവർ തടയുന്നു. ആ ഘട്ടത്തിലാണ് ഈ വിഷ്ണു എന്ന് പറയുന്ന RSS പ്രവർത്തകൻ, സംഘപരിവാർ പ്രവർത്തകൻ വടിവാൾ എടുത്തുകൊണ്ട് വന്ന് കുത്തുന്നത്. അവിടെ അത്രയും ആളുണ്ടായിട്ടും ജിതിനെ തെരഞ്ഞു പിടിച്ച് കുത്തുകയായിരുന്നു. ജിതിനുമായിട്ട് നേരത്തെയും ഇവർ സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ഒരു മുൻ വൈരാഗ്യത്തിൻ്റെ സാധ്യത കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. നേരത്തെ അവിടെ ഡിവൈഎഫ്ഐയുടെയൊക്കെ പ്രവർത്തകരൊക്കെ പറഞ്ഞതുപോലെ ആ ഭാഗത്ത് വലിയ ജനകീയനായിരുന്നു ജിതിൻ്റെ കൂടെ നിരവധി ആളുകൾ ഡിവൈഎഫ്ഐയിലും CI2-ലേക്കുമൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഒരു പക കൂടി തീർത്തതാണ് എന്ന് കരുതണമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും മനു, ജിതിനെ സംബന്ധിച്ചോളം ജിതിൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ ജിതിന് ഏറ്റവും സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സുഹൃത്തുക്കൾക്കായി ജീവൻ കളയാൻ പോലും മടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു ജിതിൻ എന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജിതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം ഒരു ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏവർക്കും പ്രിയപ്പെട്ട വ്യക്തിത്വം കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ജിതിൻ എന്നാണ് അച്ഛൻ പറയുന്നത്. അത് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ജിഷ്ണു ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. ഈ മനു സൂചിപ്പിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ജിഷ്ണു ഇത് പറയുമ്പോഴും ജിഷ്ണു പറയുന്നത് ഈ സംഘർഷം ഉണ്ടാകുന്നു, അവിടെ എത്തുന്നു, അവിടെ ഈ വിഷ്ണു എന്ന് പറയുന്ന വടിവാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയാൽ അദ്ദേഹം എത്തുന്നത് തന്നെ ഈ നിഖിലേഷ് വിളിച്ചു വരുത്തുകയാണ്. ഈ വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞതായി ഇപ്പോൾ ഡിവൈഎഫ്ഐയിലെ വിഷ്ണു പറയുന്നത്, ചോറ് കഴിച്ചുകൊണ്ടിരുന്ന വിഷ്ണുവാണ് എഴുന്നേറ്റ് പോകുന്നത്. പെട്ടെന്നൊരു സംഘർഷം ഉണ്ടാകുന്നറിഞ്ഞുകൊണ്ട് പോയതാണെങ്കിൽ വടിവാൾ കൈ കരുതേണ്ടതായ ആവശ്യമില്ലെന്നും പറയുന്നു. എന്തായാലും വടിവാളുമായി എത്തുന്നു. അവിടെ എത്തി ആ കാറിൽ നിന്ന് വിഷ്ണു വടിവാളെടുത്ത് വീശുകയായിരുന്നു. അതിൽ ജിതിനെ കണ്ടപ്പോൾ കൂടുതൽ അക്രമാസക്തമായിട്ടുണ്ടെന്നും ഇപ്പോൾ വിഷ്ണു പറയുന്നു. അങ്ങനെയെങ്കിൽ മനു പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ മുൻവൈരാഗ്യം ഉണ്ടാക്കാം എന്നത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. കാരണം അത്രയുമൊരു അതിൽ പോലീസും അന്വേഷണവും പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. എന്നാൽ പോലും വിഷ്ണുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജിതിനെ കണ്ടപ്പോൾ ഈ പ്രതിയായിരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകയായിരിക്കും
പ്രതിയായിരിക്കുന്ന വിഷ്ണു കൂടുതൽ പ്രകോപിതനായി എന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പ് അവിടെ ജിതിനും വിഷ്ണുവും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. വിഷ്ണു ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായി അവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ ഒരു വാക്ക് തർക്കവും ഒരു ചെറിയ തരത്തിലൊരു സംഘർഷത്തിലേക്ക് വരുന്നു. അവിടേക്ക് എത്തുന്ന വിഷ്ണു വടിവാളെടുത്തുകൊണ്ട് ഈ ജിതിനെ കൊലപ്പെടുത്തുന്നു. മറ്റ് ആളുകൾക്കും പരിക്കേൽക്കുന്നു. അതിപ്പോൾ നമ്മുടെ സംസാരിച്ച വിഷ്ണുവിൻ്റെ കൈവിരലിനും പരിക്കുണ്ട്. അത് വിഷ്ണു ഇപ്പോൾ നമ്മളെ കാണിക്കുകയും ചെയ്തിരുന്നു. അതിൽ വിഷ്ണു പറയുന്ന ഒരു കാര്യം തന്നെയാണ്, സ്ഥലത്ത് പൊതുപ്രവർത്തകരാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ എന്തിനാണ് വടിവാൾ കൈവശം വെച്ച് നടക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തീർച്ചയായും കൊലപാതക രാഷ്ട്രീയം പേറുന്നവരാണ് വടിവാൾ കൈവശം വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ സ്ഥലത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിൽ വടിവാൾ കൈവശം വെച്ച് നടത്തുന്നത്. അത് വ്യക്തമാണ്. കാരണം ഒരു തുടർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലല്ല വടിവാളുമായി ഈ വിഷ്ണു എന്ന് പറഞ്ഞ സംഘപരിവാർ പ്രവർത്തകൻ എത്തുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനും അതേപോലെ തന്നെ ഒരു അക്രമത്തിൻ്റെ രാഷ്ട്രീയം പേറുന്ന വ്യക്തി എന്നുകൂടി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. സാധാരണ ഒരുപക്ഷെ തുടർ സംഘർഷങ്ങൾ അപ്പുറയും ഇപ്പുറയും 2 ഭാഗത്തും നിരന്തര സംഘർഷങ്ങളും മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് ആക്രമണങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ അതും ന്യായീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും അത്തരമൊരു പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെ അത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല. ഒരു പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം, പ്രശ്നം ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ, ഞാൻ ആ പേര് നന്ദു ആണോ ആ പേര് പെട്ടെന്ന് വിട്ടുപോയി, അദ്ദേഹത്തിന് അദ്ദേഹവുമായി തർക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ ആ തർക്കം അനന്തുമായി തർക്കം ഉണ്ടാക്കുന്നു. അത് വിഷ്ണു ഉൾപ്പെടെയുള്ള, ഇപ്പോൾ നമ്മോട് സംസാരിച്ചാൽ അതിൽ വിഷ്ണു ഉൾപ്പെടെയുള്ളവർ എത്തുകയും ആ പ്രശ്നം പറഞ്ഞു തീർക്കുമ്പോഴാണ് ഈ നിഖിലേഷ് വിളിച്ചതനുസരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് വിഷ്ണു, അതായത് ഇപ്പോൾ ഈ വിഷ്ണു ഇപ്പോൾ നമ്മൾ പ്രതികരിച്ച ഡിവൈഎഫിലെ വിഷ്ണു പറയുന്നത് സംഘപരിവാർ പ്രവർത്തകനായ RSS പ്രവർത്തകനായ വിഷ്ണു അവിടേക്ക് എത്തുന്നു. അത് കാറിൽ വന്ന് വടിവാൾ എടുത്തുകൊണ്ട് വീശുകയായിരുന്നു. അതിൽ ഈ പറയുന്ന ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന ആരോമൽ, ശരവണൻ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. അതിൽ ചില ആളുകൾക്കും, അതായത് ഈ വിഷ്ണുവിനൊപ്പം കൊലപാതകം നടത്തിയ വിഷ്ണുവിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരും ചികിത്സ തേടിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോമൽ, ശരൺ, അഖിൽ എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരും സംഘപരിവാർ അനുകൂലികൾ തന്നെയല്ലേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 3 പേരും? എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് അല്പസമയം മുമ്പ് ഈ കാര്യത്തിൽ സംഭവ സ്ഥലത്തും ഈ പെരുന്നാടുകാരനായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ വിഷ്ണു പറയുന്നത്. വിഷ്ണു ഈ പറഞ്ഞ ആളുകൾ ഈ സംഭവ സ്ഥലത്ത് കൊലപാതകം നടക്കുമ്പോൾ ഇത് അക്രമം കാട്ടിയ അവരുടെ പേരുകൾ വിഷ്ണു പറയുന്നത് അഖിൽ, ആരോമൽ, ശരൺ, അഖിൽ എന്നിവരാണ്. അവർ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലും ഉള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ വടിവാളെടുത്ത് വീശിയത് വിഷ്ണു എന്ന് പറയുന്ന കൊലപാതകി, അത് ആ വിഷ്ണുവാണ് കൊലപാതകി, അത് RSSൻ്റെ ജീവപ്രവർത്തകൻ എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്തരമൊരു ചെറിയ സംഭവത്തെ ഒരു കൊലപാതക രാഷ്ട്രീയമാക്കി മാറ്റുന്നു, അവിടെ അക്രമം നടത്തുന്നു. ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു സ്ഥലത്ത് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ചെറിയ സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും വടിവാളുമായി വരേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ പ്രതി ആയിരിക്കുന്ന, അതാണ് നമ്മൾ പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരിടത്തേക്ക് വടിവാളുമായി വരേണ്ട ആവശ്യമില്ല. പക്ഷേ വടിവാളുമായി ഒരാൾ എത്തണമെങ്കിൽ അത് കരുതിക്കൂട്ടി തന്നെ ആയിരിക്കണം. അവർ RSS പ്രവർത്തകർ കരുതിക്കൂട്ടി തന്നെയാണ് അത് ചെയ്തതെന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഒരു ചെറിയ സംഘർഷം ഉണ്ടാകുന്നു, അവിടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിട്ട്, അനന്തു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായിട്ട് സംഘർഷം ഉണ്ടാകുന്നു. അത് പറഞ്ഞു തീർക്കുന്നതിനിടയിലാണ് ഒരു പ്രകോപനവുമില്ലാതെ വളരെ വേഗത്തിൽ വിഷ്ണു എന്ന് പറയുന്ന RSS പ്രവർത്തകൻ ജിതിൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ CI2-ന്റെ സജീവ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നത്. ഏതായാലും 3 പേർ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. അവർ 3 പേരും സംഘപരിവാർ അനുകൂല പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്നത് നമ്മൾ കുറേ നാളുകളായി കാണാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.